മോദി ഗ്യാരണ്ടിയും കഴിഞ്ഞ 10 വർഷം ബി.ജെ.പി. സർക്കാർ നടപ്പിലാക്കിയ വികസനവുമൊക്കെയാണ് സംസ്ഥാനത്തെ ബി.ജെ.പിയുടെ പ്രചാരണത്തിലെ ഹൈലൈറ്റ്. തിരുവനന്തപുരത്തെ എൻ.ഡി.എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ വാർത്താസമ്മേളനം വിളിച്ച് കണക്കുകൾ നിരത്തി കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞു. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ കേരളത്തിലോ തിരുവനന്തപുരത്തോ കേന്ദ്ര ബി.ജെ.പി. സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾ സംബന്ധിച്ച് ചോദിച്ചതോടെ ഉത്തരം മുട്ടി. മറുപടിയില്ലാതെ പരുങ്ങലിലായി. 2004 വിട്ട ഇക്കോണമി 8.9% അടൽ ബിഹാരി വാജ്പേയിന്റെ ഇക്കോണമി. 10 കൊല്ലം കോൺഗ്രസ് വിട്ടുപോയപ്പോൾ 5.3%. ഇതെല്ലാം ഫാക്ട്സ്, ഡേറ്റ. നരേന്ദ്രമോദിജി വിടുമ്പോൾ 8.4%. പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെ കണക്കുകൾ നിരത്തി UPA സർക്കാരിനെയും മോദി സർക്കാരിനെയും താരതമ്യം ചെയ്യുകയാണ് സ്ഥാനാർത്ഥി. മോദി സർക്കാരിന്റെ കാലത്ത് രാജ്യം വളർച്ചയുടെയും നേട്ടങ്ങളുടെയും നെറുകയിലെന്ന രാജീവ് ചന്ദ്രശേഖർ. ഇത് ചൂണ്ടിക്കാട്ടിയാണ് വോട്ട് ചോദിക്കുന്നത്. വിശദീകരണമൊക്കെ കഴിഞ്ഞു. മറ്റു വിഷയങ്ങളിൽ ചോദ്യങ്ങൾ ഉയർന്നതോടെ സ്ഥാനാർത്ഥി ഒരഭ്യർത്ഥന മുന്നോട്ട് വെച്ചു. എന്നാ പിന്നെ ഇന്നാ പിടിച്ചോ ചോദ്യം. കേരളത്തിന് എന്താണ് നൽകിയത്? അത് ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇവിടെ മാറ്റം വരും. അത് വേറെ പ്രസന്റേഷൻ തരാൻ അല്ല, 2 ദിവസം അല്ല ഞാൻ വിളിക്കാം. അല്ല നോക്കൂ, അങ്ങനെ എന്നെ അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്ത എയിംസ്. ചോദ്യങ്ങൾ ആവർത്തിച്ചതോടെ കേന്ദ്രമന്ത്രിയുടെ ഉഗ്രൻ മറുപടി. ഇവിടുന്ന് MP ഇല്ലല്ലോ BJP. അല്ല രാജീവ് ജി, അപ്പോൾ രാജീവ് ജിയും മുരളീജിയും ഒക്കെ മലയാളികളായ MP മാരല്ലേ? മലയാളി MP ഉണ്ട്, ബട്ട് മുരളീധരൻ ജി മഹാരാഷ്ട്രയിൽ നിന്നാണ്, ഞാൻ കർണാടകയിൽ നിന്നാണ്. അപ്പോൾ അതാണ് കാര്യം. അല്ല ജി, കേരളത്തിന് ഈ എയിംസ് ഇപ്പോഴെങ്ങാനും കിട്ടുമോ? ഞാൻ MP ആയി കഴിഞ്ഞ് മന്ത്രിയായ ഇവിടെ എയിംസ് കൊണ്ടുവരാൻ ഞാൻ 100% എഫർട്ട് ഇടും. കേന്ദ്രമന്ത്രിമാരായ 2 സ്ഥാനാർത്ഥികൾ സംസ്ഥാനത്തിന് വേണ്ടി എന്ത് ചെയ്തുവെന്ന ചോദ്യം LDFും UDFും പ്രചരണരംഗത്ത് സജീവമായി ഉന്നയിക്കുന്നുണ്ട്. അതിനുള്ള മറുപടികൾ പിന്നാലെ വരുമായിരിക്കും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.